വർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KCS റൂൾസിൻ്റെ അമെൻഡ്മെൻറ്റ്സാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അത് തുടരുകയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് റൂൾ 9ലുള്ള അമെൻഡ്മെൻറ്റാണ്. റൂൾ 9 എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രൊസീജിയർ റിഗാർഡിംഗ് അമെൻഡ്മെൻറ്റ് ഓഫ് ബൈലോസ്, സംഘത്തിൻ്റെ ഉപനിബന്ധന ഭേദഗതി സംബന്ധിച്ച നടപടിക്രമങ്ങളെ പറ്റിയാണ് റൂൾ 9 പ്രതിപാദിക്കുന്നത്. ഈ റൂൾ 9 വന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 500 അംഗങ്ങളിൽ ഇപ്പം നിലവിൽ ഉള്ള എന്താണെന്ന് പറഞ്ഞാൽ 500-ൽ താഴെ അംഗങ്ങളാണെങ്കിൽ നേരിട്ട് അവരുടെ കൈപ്പറ്റ് രസീത് വാങ്ങിയോ, അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിക്കോ, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് തപാലായിട്ടോ, അല്ലെങ്കിൽ ഹൈക്കോടതിയോ സർക്കാരോ അംഗീകരിച്ചിട്ടുള്ള കൊറിയർ സർവീസ് വഴിയോ, അത് ഈ പുതിയ നോട്ടീസ്, ഈ ഉപനിബന്ധന ഭേദഗതി സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന പുതിയ നോട്ടീസ് അവർക്ക് അവരുടെ കയ്യിലെത്തിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതല്ലെങ്കിൽ മറ്റ് കേസുകളിലാണെങ്കിൽ ഭേദഗതിയുടെ വിശദാംശങ്ങൾ സഹിതം അത് പത്രത്തിൽ പരസ്യം ചെയ്യണമെന്നുമാണ്. അപ്പോൾ ഈ ഭേദഗതിയിൽ മാറ്റം എന്ന് പറഞ്ഞാൽ 500-ൽ നിന്നുള്ളത് താഴെ അത് മാറ്റി, 500-ൽ താഴെ എന്നുള്ളത് മാറ്റി 1000-ൽ താഴെ എന്നാക്കി മാറ്റി എന്നുള്ളതാണ്. അതാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. 1000-ൽ താഴെ ആണെങ്കിൽ നേരിട്ടോ, സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ്, കൊറിയർ സർവീസ്, അതിൽ മാറ്റമൊന്നുമില്ല. ബാക്കി പറഞ്ഞിരിക്കുന്നതെല്ലാം അതേ രീതിയിൽ തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊതുയോഗത്തിൻ്റെ അജണ്ട, തീയതി, സമയം, സ്ഥലം സഹിതം ആ പത്രത്തിൽ പരസ്യം ചെയ്യണം. ഭേദഗതിയുടെ വിശദാംശങ്ങൾ ചട്ടത്തിൽ പറയുന്ന സ്ഥാപനങ്ങളിലെ നോട്ടീസ് ബോർഡിൽ പരസ്യം ചെയ്യുകയും ചെയ്യണം. അതായത് അവിടെ ബന്ധപ്പെട്ട ആ താലൂക്കിലെ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ജനറലിൻ്റെ ഓഫീസ്, അതുപോലെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഡിറ്റ് ഓഫീസ്, സർക്കിൾ യൂണിയൻ ഓഫീസുകൾ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബ്രാഞ്ചസ്, അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ്, ബ്ലോക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, അങ്ങനെ പറഞ്ഞിരിക്കുന്ന ചട്ടത്തിൽ പറയുന്ന സ്ഥാപനങ്ങളിലെ നോട്ടീസ് ബോർഡിലും ഇതിൻ്റെ അജണ്ട, തീയതി, അതുപോലെ സമയം, സ്ഥലം ഇതെല്ലാം പരസ്യം ചെയ്യണം. പത്രത്തിലും പരസ്യം ചെയ്യണം. അപ്പം ഈ 500-ൽ താഴെ ആണെങ്കിൽ എന്നുള്ളത് മാറ്റി 1000-ൽ താഴെ എന്നാക്കി. അതുപോലെ തന്നെ ഈ റൂൾ 9 4C-ലും ഭേദഗതി വരുത്തിയിട്ടുണ്ട്. 4C എന്ന് പറയുന്നത് ഈ ഫീസ് സംബന്ധിച്ചാണ്. ഈ അമെൻഡ്മെൻറ്റ് ബൈലോ അമെൻഡ്മെൻറ്റിന് ഫീസുണ്ട്. ആ ഫീസ് നമുക്കറിയാം, ഇപ്പോൾ 500 രൂപ എന്നാണ് നിലവിൽ. 500 രൂപ ട്രഷറി ചെല്ലാൻ അടയ്ക്കണം ഒരു സംഘത്തിൻ്റെ അമെൻഡ്മെൻറ്റ് ഉണ്ടെങ്കിൽ. എന്നാൽ വനിതാ സംഘങ്ങളോ, SC/ST സംഘങ്ങളോ, സ്കൂൾ സഹകരണ സംഘങ്ങളോ ആണെങ്കിൽ അവരുടെ ഫീസ് 50 രൂപ അടച്ചാൽ അവർക്ക് ബൈലോ അമെൻഡ് ചെയ്യാം. ഇതിൽ ഭേദഗതി വരുത്തിയിരിക്കുന്ന ഈ 500 രൂപ എന്നുള്ളത് 1000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അപ്പോൾ ഒരു സംഘത്തിൻ്റെ ബൈലോ അമെൻഡ് ചെയ്യണമെങ്കിൽ 1000 രൂപയുടെ ചെലാൻ, ട്രഷറി ചെലാൻ അടയ്ക്കണം. എന്നാൽ ഈ SC/ST വനിതാ സ്കൂൾ സംഘങ്ങളുടെ ഫീസിൽ വർധനവൊന്നും വരുത്തിയിട്ടില്ല. അത് 50 രൂപയായിട്ട് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതാണ് റൂൾ 9 4C-യിൽ ഭേദഗതി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ട റൂൾ 13 റൂൾ 13 എല്ലാം നമുക്കറിയാം. അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ്, സംഘങ്ങളുടെ സംയോജനം, ആസ്തിബാധ്യതകളുടെ കൈമാറ്റം, അതുപോലെ തന്നെ സംഘങ്ങൾ ഡിവിഷൻ, വിഭജിക്കൽ, ഇതിനെപ്പറ്റിയാണ് ഈ 13ാമത്തെ റൂള് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഈ ഹെഡിങ്ങിൽ തന്നെ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു. മെർജർ എന്ന് പറയുന്ന ആ വാക്കും കൊണ്ട് സംയോജനം, മെർജർ, അമാൽഗമേഷൻ കഴിഞ്ഞാൽ ഉടൻ മെർജർ, അത് കഴിഞ്ഞ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ് എന്നാക്കി മാറ്റണം. അപ്പോൾ ഈ പറയുന്നിടത്തെല്ലാം തന്നെ അമാൽഗമേഷനും ട്രാൻസ്ഫറിനും ഇടയ്ക്ക് മെർജർ എന്നുള്ള വാക്കും കൂടെ ചേർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറയുന്നുണ്ട്, ആഫ്റ്റർ ദ വേർഡ് ആൻഡ് സിമ്പൽ അമാൽഗമേഷൻ ദ വേർഡ് ആൻഡ് സിമ്പൽ മെർജർ ഷാൽ ബി ഇൻസേർട്ടഡ്. അത് ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്തെല്ലാം തന്നെ
അത് വരണം. പിന്നെ ഒരു മാറ്റം എന്ന് പറയുന്നതിനകത്ത് ഫോർ ദ വേർഡ്സ് 2/3 majority ദ വേർഡ് സിമ്പിൾ മജോറിറ്റി ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അവിടെ 2/3 അംഗങ്ങളുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നുണ്ട്. 2/3 അംഗങ്ങളുടെ ഭൂരിപക്ഷം എന്ന് മൂന്നാമത്തെ ക്ലോസിൽ, ഈ 13ാമത്തെ റൂളിൽ 3ാമത്തെ ക്ലോസിലാണ് പറയുന്നത് 2/3 അംഗങ്ങളുടെ ഭൂരിപക്ഷം. അത് സിമ്പിൾ മജോറിറ്റിയാക്കി കേവല ഭൂരിപക്ഷം എന്നാക്കി മാറ്റി. അപ്പം ഈ അമാൽഗമേഷനും ഡിവിഷനും അങ്ങനെയുള്ള മർജർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ 2/3 അംഗങ്ങളുടെ ഭൂരിപക്ഷം വേണമായിരുന്നു. Every cooperative society desiring to effect amalgamation, merger, transfer of assets and liabilities or division shall convene a meeting of a special general body called for the purpose, giving 15 clear days notice and pass resolution for amalgamation, merger, transfer of assets and liabilities or division as the case may be by a 2/3 majority എന്നുള്ളത് മാറ്റിയിട്ട് സിമ്പിൾ മജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് അറ്റ് ദാറ്റ് മീറ്റിംഗ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് അതിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം. പിന്നെ റൂൾ 13 തന്നെ 2A എന്ന് പറഞ്ഞ് പുതുതായിട്ടൊരു ക്ലോസ് കൂട്ടിച്ചേർത്തു. 2A ഇപ്പം നിലവിലില്ലാത്തതാണ്. 2A എന്ന് പറയുന്ന എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഇൻറ്റൻഡ് ടു മർജ് വിത്ത് അനദർ സൊസൈറ്റി ഷാൽ പ്രിപ്പയർ എ സ്കീം ഓഫ് മർജർ ആൻഡ് സബ്മിറ്റ് ദ സെയിം ആൻഡ് പാസ് സച്ച് എ റെസൊല്യൂഷൻ വിത്ത് സിമ്പിൾ മജോറിറ്റി അറ്റ് ദ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ഈച്ച് ആൻഡ് സച്ച് മർജിംഗ് സൊസൈറ്റി കൺവീൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് സച്ച് മർജർ ഓഫ് ദ സൊസൈറ്റീസ്. The scheme shall contain the details of each merging societies as well as the other details such as objectives, functions, area of operation, structure and detailed scheme of transfer of assets and liabilities of the merged society. അതാണ് മർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഘം സംബന്ധിച്ച വിശദമായ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കണം. Every cooperative society which intend to merge with another society shall prepare a scheme of merger and submit the same and pass such a resolution with a simple majority. അങ്ങനെ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി കേവല ഭൂരിപക്ഷത്തോടുകൂടി അത് പൊതുയോഗത്തിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കണം മെർജിങ് സൊസൈറ്റി. പിന്നെ ദ സ്കീം ഷാൽ കണ്ടെയ്ൻ, ആ സ്കീമിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ദ സ്കീം ഷാൽ കണ്ടെയ്ൻസ് ദ ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് മെർജിങ് സൊസൈറ്റീസ്, മെർജ് ചെയ്യുന്ന സംഘങ്ങളുടെ വിശദ വിവരങ്ങൾ, കൂടാതെ തന്നെ അവരുടെ എന്തിനു വേണ്ടിയാണ് എൻ്റെ ഉദ്ദേശം, ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, ധർമ്മം, അതുപോലെ അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ, പ്രവർത്തന പരിധി, അതിൻ്റെ സ്ട്രക്ചർ, ഘടന, അതുപോലെ ആസ്തി ബാധ്യതകളുടെ കൈമാറ്റം സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ, ഇതെല്ലാം ഈ മെർജ്ഡ് സൊസൈറ്റിയുടെ ഈ വിവരങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഈ പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ കാണിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന റൂൾ 13 2A. ഇനി റൂൾ 13A എന്ന് പറയുന്ന ഒരു പുതിയ റൂൾ വന്നിട്ടുണ്ട്. റൂൾ 13A, അതായത് പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ ഇക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. നമുക്കറിയാം സഹകരണ സ്ഥാപനങ്ങളെല്ലാം സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആ സംഘത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ തന്നെ സബ്സിഡറി ആയിട്ട് പല പല ഉപസ്ഥാപനങ്ങൾ തുടങ്ങാറുണ്ട്. അപ്പോൾ അത് അംഗങ്ങളുടെ സാമ്പത്തികമായ ഉന്നമനത്തിനും ക്ഷേമത്തിനുമൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ തുടങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു റൂള് പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുക. സബ്സിഡറി സ്ഥാപനത്തിൻ്റെ പകുതിയിലധികം ഷെയർ പ്രൊമോട്ടിംഗ്
സംഘത്തിനായിരിക്കണം എന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു റൂൾ അത് മാറ്റം വന്നിരിക്കുന്നതാണ്. ഈ സബ്സിഡറി സ്ഥാപനത്തിൻ്റെ പകുതിയിലധികം ഷെയറും പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥാപനത്തിന് ആയിരിക്കണം. ഇത് 2-3 കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ആദ്യം ഇതാ പറഞ്ഞിരിക്കുന്നത്, മോർ ദാൻ ഹാഫ് ഇൻ നോമിനൽ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ദ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൽ ബി ഹെൽഡ് ബൈ ദ പ്രൊമോട്ടിംഗ് society and it shall be maintained throughout the existence of such a subsidiary institution. പിന്നെ മറ്റൊന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, the subsidiary institution shall convene annual general body meeting as the provisions by which it is registered and the annual reports and audit reports shall be placed before the general body meeting of the promoting society in each year along with the audit findings of the auditors of the cooperative department conducted in the subsidiary institutions as per section 2C of section 14AA of the Act. അതായത് അനുബന്ധ സ്ഥാപനങ്ങൾ, ഈ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർഷത്തിൽ ഒരിക്കൽ പൊതുയോഗം കൂടുകയും സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിലെ സഹകരണ ഓഡിറ്റർമാർ ഓഡിറ്റ് ചെയ്ത പൊതുയോഗ സർട്ടിഫിക്കറ്റ്, പൊതുയോഗം മുമ്പാകെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് പൊതുയോഗം മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്യണം. അതിനകത്തെ ഓഡിറ്റ് ഫൈൻഡിങ്സ് എല്ലാം ആ പൊതുയോഗത്തിൽ ചർച്ച ചെയ്യണം. അതുപോലെ തന്നെ ഇനി ഫൈനാൻഷ്യൽ assistance to the subsidiary institutions by way of share capital contribution or financial assistance by promoting society shall be met from the balance net profit of the society as provided under subsection 2 of section 56 of the Act. A promoting society may grant further financial assistance to the subsidiary institutions only by way of loans with the prior approval from the registrar, and the terms and conditions which include a rate of interest and tenor of loan fixed by the registrar. No promoting society shall contribute more than 10% of its working capital as loans to the subsidiary institution. അനുബന്ധ സ്ഥാപനത്തിലേക്കുള്ള ധനസഹായം വകുപ്പ് 56 വിധേയമായിരിക്കണം. വായ്പ നൽകുന്നതിന് രജിസ്ട്രാറുടെ മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങിയിരിക്കണം. സംഘത്തിൻ്റെ പ്രവർത്തന മൂലധനത്തിൻ്റെ 10% അധികരിക്കാത്ത തുക, സംഘത്തിൻ്റെ പ്രവർത്തന മൂലധനത്തിൽ 10% അധികരിക്കാത്ത തുക മാത്രമേ അനുബന്ധ സ്ഥാപനത്തിന് വായ്പയായിട്ട് അനുവദിക്കാവൂ എന്ന് ചില നിബന്ധനകളിലൂടെ ആ കൂട്ടത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ the government may appoint its nominees in the board of directors or in the general body of the subsidiary institutions formed by a cooperative society or a bank which had availed any financial assistance or any portion of the financial assistance from government or where government stood as guarantor for such societies or banks. അതായത് സർക്കാർ ധനസഹായമോ അല്ലെങ്കിൽ സർക്കാർ ഗ്യാരണ്ടി ആയിട്ടുള്ള സൊസൈറ്റിയുടെ കാര്യത്തിൽ അനുബന്ധ സ്ഥാപനത്തിൽ സർക്കാരിന് നോമിനി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ registrar shall conduct periodical inspection and verification of records and accounts. അതായത് പീരിയോഡിക്കലായിട്ട് ഓഡിറ്റിങ്ങും ഇൻസ്പെക്ഷനും ഒക്കെ നടത്തിയിരിക്കണം. പരിശോധനയും ഓഡിറ്റും അല്ലെ പീരിയോഡിക്കലായിട്ട് ഈ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിൽ നടത്തണം എന്ന് രജിസ്ട്രാർ കണ്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ റൂൾ 13A എന്ന് പറയുന്ന ഒരു പുതിയ റൂള് വന്നിരിക്കുന്നതിനകത്ത്. ഇനിയും മറ്റൊന്ന് വന്നിട്ടുണ്ട്, റൂൾ 13B എന്ന് പറഞ്ഞ മറ്റൊരു പുതിയ റൂളുണ്ട്. 13B എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ്. പാർട്ണർഷിപ്പിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, രജിസ്ട്രാർ ഷാൽ വെരിഫൈ ദ ഫീസിബിലിറ്റി ആൻഡ് പ്രാക്ടിക്കൽ
acceptability of the detailed project report and application submitted by the societies for the approval of partnership. പാർട്ണർഷിപ്പ് ഫേം ആരംഭിക്കുന്നതിനുള്ള അപേക്ഷയിൽ ഫേമിൻ്റെ വിശദമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് രജിസ്ട്രാർ പരിശോധിച്ചിരിക്കണം. The annual accounts of partnership of societies shall be audited by a team of auditors appointed by the Director of Cooperative Audit. The audit team shall be constituted from a team of auditors appointed for the audit of each societies of the partnership. The inspection and verification of records of the partnership shall be conducted by the inspection team constituted under subsection 2A of section 66 of the Act at least once in a year or as and when required as per the direction of the registrar. അപ്പോൾ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ആഡിറ്റ് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിലെ ആഡിറ്റ് ടീം ഓഫ് ഓഡിറ്റേഴ്സ്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് നിയമിക്കുന്ന ഓഡിറ്റ് ടീം തന്നെ നടത്തിയിരിക്കണം. അതുപോലെ പാർട്ണർഷിപ്പ് ഫേമിലേക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് അനുമതി വാങ്ങിയിരിക്കണം. Funds required for the formation of functioning of partnership shall be mobilized from the partner societies without affecting the financial stability of the societies. The partnership shall submit the application for raising of funds in accordance with the project report and shall submit the same to the registrar, and the registrar may in turn forward such application to the government with his suggestions and recommendations after considering the detailed project report and the financial position of each partner societies. ഇതാണ് ഈ പാർട്ണർഷിപ്പിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, പാർട്ണർഷിപ്പ് സൊസൈറ്റീസിനെ പറ്റി. റൂൾ 13B എന്ന് പറയുന്നത് അതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് റൂൾ 15 റൂൾ 15 എന്തിനെ പറ്റിയാണ് എന്നുള്ളത് നമുക്കറിയാം. ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസാണ്. സംഘത്തിൻ്റെ തരംതിരിക്കലാണ്. അതിനകത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ പുതിയ റൂൾ അമെൻഡ്മെൻറ്റിൽ വന്നിരിക്കുന്നത്. റൂൾ അമെൻഡ് ചെയ്തപ്പോൾ റൂൾ 15 എന്തെല്ലാം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ വിശദമായിട്ട് കേൾക്കുക, പല പ്രാവശ്യം കേൾക്കുക, മനസ്സിലാക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് പ്രതീക്ഷിക്കുന്നു. ഗുഡ് ബൈ.